ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. 5 മാസത്തിനിടെ 60 ലക്ഷം വാച്ചുകൾ കയറ്റുമതി ചെയ്ത ചൈനീസ് കമ്പനി വാവൈ. വിലക്കുകൾക്കും നിരോധന ഭീഷണികൾക്കുമിടയിലാണ് കമ്പനിയുടെ റെക്കോർഡ് വിൽപ്പന. വാവയുടെ പുതിയ ഫോൾഡബിൾ ഫോണിന്റെ ലോഞ്ചിങ് ചടങ്ങിലാണ് തങ്ങളുടെ നേട്ടത്തെക്കുറിച്ച് കമ്പനി പ്രഖ്യാപിച്ചത്. GT5 സീരീസിന്റെ വാച്ചാണ് കയറ്റി അയച്ചതിൽ കൂടുതലും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് GT5 സീരീസ് വാച്ച് ആഗോളതലത്തിൽ പുറത്തിറങ്ങിയത്. മികച്ച ഡിസൈനൊപ്പം വ്യത്യസ്തങ്ങളായ നിറങ്ങളും ട്രൂ സെൻസ്, ഇമോഷണൽ വെൽബീയിങ് ആപ്പ് എന്നിവയും വാച്ച് പ്രേമികളുടെ മനം കവർന്നിരുന്നു. വാച്ച് GT5 സീരീസിൽ 41mm വേരിയന്റിന് 1.32 ഇഞ്ച് സ്ക്രീനും 46mm വേരിയന്റിന് 1.43 ഇഞ്ച് ഡിസ്പ്ലേ പാനലുമാണുള്ളത്. ആദ്യത്തെ വേരിയന്റിന് 8 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമ്പോൾ 46mm വേരിയന്റിന് 14 ദിവസത്തെ ബാക്കപ്പ് ലഭിക്കും. SB02 മോണിറ്ററിംഗ്, ECG, സ്ലീപ്പ് ആൻഡ് സൈക്കിൾ ട്രാക്കിംഗ്, ക്വിക്ക് റിപ്ലൈ എന്നിവയ്ക്ക് പുറമെ 100-ലധികം വർക്കൗട്ട് മോഡുകളും വാച്ചിലുണ്ട്. ഡ്യുവൽ ബാൻഡ് 5 സിസ്റ്റം, GNSS പൊസിഷനിംഗ്, വാവൈ സൺഫ്ലവർ പൊസിഷനിംഗ് എന്നിവയും പുതിയ GT5 സീരീസിലുണ്ട്. നേരത്തെ അമേരിക്കയിൽ വാവൈ കമ്പനിക്ക് ഉപരോധം നേരിട്ടിരുന്നു. നിലവിൽ ആൻഡ്രോയിഡിന് പകരം സ്വന്തം ഹാർമണി OSലാണ് വാവയുടെ ഫോണുകൾ. ചൈനയിലെ ആദ്യത്തെ ആഗോള ടെക് ബ്രാൻഡാണ് വാവൈ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൊമാറ്റോയുടെ പേരുമാറ്റത്തിന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതി. ഇതോടെ സൊമാറ്റോയുടെ കോർപ്പറേറ്റ് സ്ഥാപനം ഇനി ഔദ്യോഗികമായി അറിയപ്പെടുക എറ്റേണൽ ലിമിറ്റഡ് എന്നാകും. ഈ മാസം ആദ്യം തന്നെ സ്ഥാപനത്തെ എറ്റേണൽ എന്ന പുനർനാമകരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക പ്രമേയത്തിന് കമ്പനിയുടെ ഓഹരി ഉടമകൾ അംഗീകാരം നൽകിയിരുന്നു. കമ്പനിയുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സായ സൊമാറ്റോയുടെ ബ്രാൻഡ് നാമം ആപ്പിനൊപ്പം തന്നെ തുടരുമെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ പേര് എറ്റേണൽ എന്നായി മാറും. സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, ഡിസ്ട്രിക്ട്, ഹൈപ്പർ പ്യൂർ എന്നിങ്ങനെ 4 പ്രധാന ബിസിനസ്സുകൾ എറ്റേണലിൽ ഉൾപ്പെടും. കഴിഞ്ഞ മാസം ഓഹരി ഉടമകൾക്കയച്ച കത്തിൽ സൊമാറ്റോ സ്ഥാപകനും സിഇഒയുമായ പിന്ദർ ഗോയൽ കമ്പനി ബോർഡ് പേരുമാറ്റത്തിന് അംഗീകാരം നൽകിയതായി വ്യക്തമാക്കിയിരുന്നു. ഈ മാറ്റത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ഷെയർ ഹോൾഡർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാറ്റം അംഗീകരിക്കപ്പെട്ടപ്പോൾ കോർപ്പറേറ്റ് വെബ്സൈറ്റ് somato.com-ൽ നിന്ന് eternal.com-ലേക്ക് മാറി. റീബ്രാൻഡിംഗ് സൊമാറ്റോയുടെ വിപണി സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. നവീകരണത്തിലും വൈവിധ്യവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൊമാറ്റോ അതിന്റെ മേഖലയിൽ നേതൃസ്ഥാനം നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. HMDയുടെ ബാർബി ഫ്ലിപ്പ് ഫോൺ ഇന്ത്യയിൽ ഇറങ്ങി. ബാർബി പാവയെ അനുസ്മരിപ്പിക്കും വിധത്തിൽ പിങ്ക് കളറിലാണ് ഫോൺ ആഗോള മാർക്കറ്റിൽ എത്തുന്നത്. പണ്ടുകാലത്തെ ഫ്ലിപ്പ് ഫോണുകളെ അനുസ്മരിക്കും വിധത്തിലുള്ള ഡിസൈനാണ് HMD ബാർബി ഫോണിനുള്ളത്. ബാർബി ആരാധകർക്ക് ഇത് നൊസ്റ്റാൾജിയുണ്ടാക്കും. കാഴ്ചയിൽ ബാർബി പാവയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഫോണിലെ ഓരോ ഫീച്ചറും. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചില ആഗോള വിപണികളിൽ ബാർബി ഫോൺ ഇറങ്ങിയെങ്കിലും അല്പം വൈകിയാണ് ഇന്ത്യയിലേക്കുള്ള വരവ്. ഫ്ലിപ്പ് ഡിസൈനും 2.8 ഇഞ്ച് ഇന്റേണൽ ഡിസ്പ്ലേയുമുള്ള ഈ ഫീച്ചർ ഫോണിന്റെ നിർമ്മാണം ഒരു മേക്കപ്പ് ബോക്സ് രൂപത്തിലാണ്. പിങ്ക് നിറത്തിലുള്ള USB Type-C കേബിൾ, 2 അധിക ബാർബി തീം പാക്ക് കവറുകൾ, സ്റ്റിക്കറുകൾ, ബീഡ് ചെയ്ത ലാനിയാർഡുകൾ, 64 MB റാമും 128 MB ഓൺബോർഡ് സ്റ്റോറേജുമുണ്ട്. LED ഫ്ലാഷിനൊപ്പം 0.3 മെഗാപിക്സൽ പിൻ ക്യാമറയും ഫോണിലുണ്ട്. മൈക്രോ SD കാർഡ് വഴി സ്റ്റോറേജ് 32 GB വരെ കൂട്ടാം. പിങ്ക് നിറത്തിൽ വരുന്ന 1480 mAh റിമൂവബിൾ ബാറ്ററിയുമുണ്ട്. 7,999 രൂപയാണ് ഇന്ത്യയിലെ വില. നിലവിൽ HMD ഇന്ത്യ വെബ്സൈറ്റ് വഴി വാങ്ങാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് ഈ വർഷം ജനുവരിയിൽ 99 ലക്ഷം വാട്സാപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചതായി റിപ്പോർട്ട്. ആപ്പ് മുഖേനയുള്ള തട്ടിപ്പുകൾ തടയുവാനും വിശ്വാസ്യത നിലനിർത്താനുമായാണ് നടപടി സ്വീകരിച്ചതെന്ന് വാട്സാപ്പ് അറിയിച്ചു. 99,67,000 അക്കൗണ്ടുകളാണ് നിരോധിച്ചത്. അതിൽ 13,27,000 അക്കൗണ്ടുകൾ യൂസർ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായി തന്നെ നിരോധിച്ചു. അക്കൗണ്ട് ദുരുപയോഗം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. 3 ഘട്ടങ്ങളിലായാണ് വാട്സാപ്പ് നടപടി സ്വീകരിക്കുന്നത്. സംശയകരമായി തോന്നുന്ന അക്കൗണ്ടുകൾ ആരംഭിക്കുന്ന സമയത്തു തന്നെ ഫ്ലാഗ് ബ്ലോക്ക് ചെയ്യും. വാട്സാപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം അക്കൗണ്ടിന്റെ സംശയകരമായ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമിച്ച് ഒരുപാട് മെസ്സേജുകൾ അയക്കുക, തട്ടിപ്പിൽ പങ്കാളിയാവുക, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം അക്കൗണ്ട് നിരോധനത്തിലേക്ക് നയിക്കും. നിയമലംഘന പ്രവർത്തനങ്ങൾ കണ്ടാലും നടപടികൾ എടുക്കും. പരാതികളുടെ അടിസ്ഥാനത്തിലും നടപടിയുണ്ടാകും. ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൗണ്ടുകളും നിരോധിക്കും. അക്കൗണ്ടിൽ നിന്ന് അസ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് നിരോധിക്കുകയുള്ളൂ എന്നും വാട്സാപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
സ്ഥിരമായി ഉപയോഗിക്കാത്ത ഫോണുകളിൽ UPI സേവനം നിർത്തുന്നു. ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. തട്ടിപ്പും അനധികൃത ഇടപാടുകളും തടയുന്നതിന് സജീവമല്ലാത്ത നമ്പറുകൾ വിച്ഛേദിക്കാനാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും നിർദ്ദേശം നൽകി. സേവനം തടസ്സപ്പെടാതിരിക്കാൻ ഉപയോക്താക്കൾ അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണം. അല്ലാത്തപക്ഷം ഏപ്രിൽ 1 മുതൽ UPI സേവനം ലഭിക്കില്ല. മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിൽ സജീവമല്ലെങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും അറിയിച്ചു. ഉപയോഗിക്കാത്ത നമ്പറുകൾ ടെലികോം ഓപ്പറേറ്റർമാർ പിന്നീട് മറ്റുള്ളവർക്ക് അനുവദിക്കുന്ന പതിവുണ്ട്. ഇത് തട്ടിപ്പ് വർദ്ധിക്കാൻ കാരണമാകുന്നു. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകളോടും ബാങ്കുകളോടും നിഷ്ക്രിയ നമ്പറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. UPI സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനു മുമ്പ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.